ഈസി ആയിട്ടൊരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സെറ്റാക്കിയാലോ. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കന് വേണ്ടി ആദ്യം തന്നെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പ്, കുരുമുളക്, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഒക്കെ പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ ഇടണം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. ഇനി അടുത്ത് നമുക്ക് ഫ്രൈഡ് റൈസിനായിട്ട് ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ്, പിന്നെ നമുക്ക് ചില്ലി ചിക്കന് വേണ്ടി സവോള ഇങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞു കൊടുക്കണം. പിന്നെ ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ ഇതിന് രണ്ടിന് വേണ്ടിയുള്ള വെളുത്തുള്ളി. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കാം. അതിന് ആദ്യം തന്നെ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് നമുക്ക് ഓരോരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട്, നന്നായിട്ടല്ല, ഒരു അത്യാവശ്യം മീഡിയം രീതിയിലൊന്ന് ഫ്രൈ ആക്കി നമുക്ക് എടുക്കാം. ഇനി അതവിടെ ഫ്രൈ ആയിട്ട് നമുക്കിനി ഒരു മുട്ട പൊരിക്കാം. ഒരെണ്ണമല്ല, ഒരു 5 മുട്ടയെങ്കിലും എടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കി എടുക്കാം. മുട്ട നന്നായിട്ട് ചിക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം. അത് നമ്മളൊരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട്, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് വരണ്ട. തീ നല്ല ഹൈ ഫ്ലെയിമിലിടണം, ഒരിക്കലും ലോ ആക്കരുത്. എല്ലാം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുകയും വേണം. ഇനി നമുക്കിതിനകത്തോട്ട് സോയാ സോസും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പിടുന്നില്ല, കാരണം നമ്മൾ അരിയിലോട്ട് ഉപ്പ് ഇത്തിരി കൂടുതലിട്ടാണ് വേവിച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ മറ്റേ മുട്ട നേരത്തെ ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന റൈസും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. റൈസ് നമ്മൾ ഉപ്പും എണ്ണയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എണ്ണയല്ല, സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നന്നായിട്ടിത് മിക്സാക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ്റെ അകത്തേക്ക് നമുക്ക് 2 സ്പൂൺ സോയാ സോസ്, പിന്നെ കുറച്ച് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, 3 സ്പൂൺ വീതം വെച്ചാണ് ഞാൻ സോയാ സോസും ടൊമാറ്റോ സോസും എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഓക്കെ, നമ്മളുടെ ചിക്കനെല്ലാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് ക്യൂബ്സാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒനിയനും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. എല്ലാം ഹൈ ഫ്ലെയിമിൽ ഇടാവുള്ളൂ, ഒരിക്കലും ലോ ഫ്ലെയിം ആക്കില്ല. പിന്നെ ഓവറായിട്ട് കുക്കാവുകയും ചെയ്യരുത്. എന്നിട്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു അത്യാവശ്യം വരണ്ടല്ല ഒരിതാകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ചേറെ കുരുമുളക് പൊടി ഇട്ടെടുക്കാം. മുളക് പൊടി സാധാരണ നമ്മളൊരു കളറിനും പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിനകത്തോട്ട് കോൺഫ്ലവർ മിക്സ് ഒഴിച്ചിട്ട്, കോൺഫ്ലവറും വെള്ളം കൂടി ചേർത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരണേ.
എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത് നമുക്ക് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് തിള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ്, നമ്മളുടെ ചില്ലി ചിക്കൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ, ഇത്രയുള്ള മസ്റ്റ് ആണ്, അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ.